അങ്ങനെ അക്കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. കേരളം കാത്തിരുന്ന ആ ഒരു വിധി കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ്സുകാരും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും പ്രതീക്ഷിച്ചത് കേരളത്തിൽ UDFന്റെ മുഖ്യമന്ത്രിയായിട്ട് വി ഡി സതീശൻ വരുമെന്ന് തന്നെയായിരുന്നു. ഞാൻ ഒരുപാട് പോസ്റ്റുകൾ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഇട്ടു. ജനങ്ങളുടെ അഭിപ്രായം, സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിന് താഴെ 98% ആൾക്കാരും വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരണമെന്നാണ്. പക്ഷേ ഈ വി ഡി സതീശൻ ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ള ഒഫീഷ്യലായിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് ഹൈക്കമാൻഡിൽ നിന്ന് വന്നിട്ടുണ്ട്. അവരെല്ലാവരെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കേരളത്തിൽ ആഘോഷത്തിൻ്റെ ഒരു തിമിർപ്പ് തന്നെ ആയിരിക്കും. നീണ്ട 11 ദിവസത്തെ ചർച്ചകൾക്കൊടുവിലാണ് വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് സ്ഥാനമേക്കാൻ പോകുന്നത്. നല്ലൊരു മുഖ്യമന്ത്രി ആയിരിക്കട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ്. പക്ഷേ ഇവിടെ പലർക്കും ഊത്തലും കുരുപൊട്ടലും തുടങ്ങാൻ സമയമായിട്ടുണ്ട്. അതായത് നമ്മുടെ ആലപ്പുഴ കണിച്ചുകുളങ്ങര കള്ള് മുതലാളിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കുരുപൊട്ടും. കാരണം വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി വന്നു കഴിഞ്ഞാൽ എന്നെ എന്താ അങ്ങോട്ട് മൂക്കി വലിക്കുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് വി ഡി സതീശനോട്. കേരളത്തിൽ ഒരു സമുദായത്തിനെതിരെ ഇത്രയധികം അധിക്ഷേപവും പച്ച വർഗീയതയും പറഞ്ഞിട്ടുള്ള ഈ വൃത്തികെട്ടവനെ നിലക്ക് നിർത്തണം. അതാരായാലും ഏത് സമുദായത്തിൽപ്പെട്ടവനാണെങ്കിലും മറ്റ് സഹോദര സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ട് തെണ്ടിത്തരവും തെമ്മാടിത്തരവും പറഞ്ഞാൽ അത് നിലക്ക് നിർത്താൻ ആദ്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറാണ്. ഇപ്പോൾ നമ്മുടെ TVK, നമ്മുടെ തമിഴ് വെട്ടിക്കഴകം വിജയ് അധികാരമേറ്റപ്പോൾ തന്നെ ആദ്യം ചെയ്തതാണ് സ്കൂളുകൾ, അമ്പലങ്ങൾ അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ ഇതിൻ്റെ ഇത്ര കിലോമീറ്റർ പരിധിയിലുള്ള ഏതാണ്ട് 707 മദ്യഷാപ്പുകളാണ് അദ്ദേഹം അടച്ചുപൂട്ടിയത്. ലഹരി വസ്തുക്കൾ മൊത്തത്തോടെ പിടിച്ച് കുഴിച്ചു മൂടുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. അപ്പം കേരളത്തിലും നല്ലൊരു മുഖ്യമന്ത്രി ഉണ്ടാകും. കാരണം നമ്മുടെ കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ യുവാക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് അവരുടെ ജീവിതം തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും പലരും ഇപ്പം കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകരുത് എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാരൊക്കെ ഇപ്പം നെഞ്ചത്തിടിച്ച് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ളതാണ്. ഇപ്പം നമുക്കിപ്പം KC വേണുഗോപാലിനെ കുറിച്ചിട്ട് നമുക്ക് വേറെ അഭിപ്രായം. പക്ഷെ നിലവിൽ അയാൾ MP ആണ്. MP ആയിട്ട് നിൽക്കുന്ന ഒരാൾ ഇപ്പം MP സ്ഥാനം രാജിവെച്ചിട്ട് അദ്ദേഹം മത്സരരംഗത്തേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ BJPക്ക് നേട്ടമുണ്ടാക്കാനായിട്ടുള്ള സാധ്യതകളാണ് കൂടുതലും കാണുന്നത്. കാരണം ഈ 11 ദിവസം മൃഗീയ ഭൂരിപക്ഷം കേരളത്തിൽ UDFന് കൊടുത്തിട്ട് ഇത്രയും ദിവസം കൊണ്ട് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയെ എടുക്കാൻ ഇവർക്ക് സാധിക്കാതെ പോയത് അത് വലിയൊരു പിടിപ്പുകേടെന്നല്ലാതെ നമുക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ജനവികാരം മനസ്സിലാക്കാതെയാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിക്ക് അവർ തയ്യാറ്. എന്തായാലും ജനവികാരം അവർ മനസ്സിലാക്കിയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ നിന്ന് അത്ര വലിയൊരു സുഖത്തിലൊന്നും അല്ല ഇറങ്ങിപ്പോകുന്നത്. ഇനിയിപ്പം ഈ 5 വർഷം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. ഏതാണ്ട് 40 പേരെങ്ങാണ്ടാണ് പിന്നെ വി ഡി സതീശന് പിന്തുണ കൊടുത്തിരിക്കുന്നത്. ബാക്കി മുഴുവൻ ആൾക്കാരും KCക്കൊപ്പമാണ് ഉള്ളത്. അപ്പം നമുക്ക് എന്തായാലും സന്തോഷകരമായിട്ടുള്ള ആ വാർത്ത ഒന്ന് കേട്ടു നോക്കിയാലോ. വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്നു. അല്പസമയം മുമ്പ് ഹൈക്കമാൻഡിൽ നിന്നും അദ്ദേഹത്തെ ഇക്കാര്യം അറിയിച്ചു. അദ്ദേഹത്തിന്റെ അനുയായികളെല്ലാം തന്നെ വലിയ ആവേശത്തിലാണ്. ഈ ആശയവിനിമയം അദ്ദേഹവുമായി ഏറ്റവും അടുത്ത കേന്ദ്രങ്ങൾ നമ്മളോട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുകയാണ്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം കഴിഞ്ഞ 10 ദിവസം നീണ്ട പ്രക്രിയയിലൂടെ അല്ലെങ്കിൽ പലതരത്തിലുള്ള സങ്കീർണതകളുടെ പലതരത്തിലുള്ള തർക്കങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ഈ മുഖ്യമന്ത്രി പ്രഖ്യാപന അല്ലെങ്കിൽ മുഖ്യമന്ത്രി തീരുമാനവുമായി ബന്ധപ്പെട്ട പ്രോസസ്സ് ഒടുവിൽ വി ഡി സതീശനെ കേരളത്തിലെ UDFന് വോട്ട് ചെയ്ത ആളുകളുടെ പൊതുവികാരത്തെ മാനിച്ചുകൊണ്ട് ആ തീരുമാനമെടുക്കാൻ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം നിർബന്ധിതമായിരിക്കുന്നു. കേരളത്തിലെ MLA-മാരിൽ 63 MLA-മാരിൽ 40-ലധികം പേർ വി ഡി സതീശനെ അല്ല KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോഴും പക്ഷേ വി ഡി സതീശനെ തന്നെ മുഖ്യമന്ത്രിയായി തീരുമാനിക്കാനുള്ള ഒരു നില അതിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു ദേശീയ നേതൃത്വം. ഇന്നിപ്പോൾ ആ തീരുമാനം എടുത്തിരിക്കുന്നു. ആ തീരുമാനം വി ഡി സതീശനെ അറിയിച്ചിരിക്കുന്നു, രമേശ് ചെന്നിത്തലയെ അറിയിച്ചിരിക്കുന്നു. KC വേണുഗോപാലിനെ 2 മണിക്കൂർ നീണ്ട ഒരു കൂടിക്കാഴ്ചയിലൂടെയാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യങ്ങൾ ബോധിപ്പിച്ചത്. അദ്ദേഹം പിൻവാങ്ങുകയാണ്. ഇനി അതിനുശേഷമുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിക്കാണണം. ഇനി ഈ പറയുന്ന ക്യാബിനറ്റ് ഫോർമേഷൻ ആൻഡ് പോർട്ട്ഫോളിയോയുടെ വിതരണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വേറെ തന്നെ ആയിരിക്കും. പക്ഷെ എന്തായാലും വി ഡി സതീശനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഒരു നേട്ടത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയാണ് എന്ന് പറയാം. കോൺഗ്രസ് ഹൈക്കമാൻഡ് ആ കാര്യത്തിൽ തീരുമാനം പലതരത്തിലുള്ള ഘടകങ്ങൾ അവർ എന്താണ് ഈ തീരുമാനത്തിൽ അവരെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം കേരളത്തിൽ ഉയർന്നു വന്ന UDFനെ വോട്ട് ചെയ്ത ആളുകളുടെ ഒരു പ്രതികരണവും ജനവികാരം എന്ന് പറയുന്ന സംഗതിയാണ്. ഒപ്പം തന്നെ അതിന്റെ കൂടെ ഘടകകക്ഷികളുടെ നിലപാടും അതിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്ന് വിചാരിക്കാൻ കഴിയുന്ന 10 മിനിറ്റുകൾ കടന്നു പോവുകയാണ്. ഇപ്പോൾ KC വേണുഗോപാൽ മടങ്ങിയിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ നിന്ന്. സന്തോഷം എന്ന് പറയുന്നുണ്ട് എങ്കിലും അത്ര സന്തോഷം ഉണ്ടോ? എല്ലാത്തിലും സന്തോഷം
എല്ലാത്തിലും സന്തോഷം എന്ന് കെ സി വേണുഗോപാൽ പറയുമ്പോൾ അത്ര സന്തോഷമുണ്ടോ? ബാലഗോപാൽ കേൾക്കാമോ? വളരെ നിർണായകമായി പറഞ്ഞോളൂ. കെ സി വേണുഗോപാലിന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. അദ്ദേഹം കൂടുതലൊന്നും പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. 12:30 കോൺഗ്രസ് നേതൃത്വം അറിയിക്കും. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നൽകുവാൻ വേണ്ടി കെ സി വേണുഗോപാൽ ഇപ്പോൾ തയ്യാറായിട്ടില്ല. കെ സി വേണുഗോപാൽ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് പോയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് തീരുമാനത്തിൽ സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാ തീരുമാനത്തിലും തനിക്ക് സന്തോഷമുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ സാധാരണഗതിയിൽ പോലെ ഒരു പുഞ്ചിരിക്കുന്ന മുഖമല്ലായിരുന്നു കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. ഞങ്ങൾ കെ സിയുടെ വസതിയിലേക്ക് പോവുകയാണ്. ഏതായാലും വാർത്താ സമ്മേളനത്തിന് വേണ്ടി നേതാക്കൾ എത്തുകയാണ്. ജയറാം രമേശ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നു. ACC ആസ്ഥാനത്ത് 12 മണിക്ക് വാർത്താ സമ്മേളനം. ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ്, അവസാന മണിക്കൂറുകളിലെ സ്പെക്കുലേഷൻ വലിയ കാര്യങ്ങളൊന്നുമില്ലെങ്കിലും പക്ഷേ VD-യിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അത്തരം സൂചനകൾ പാണക്കാട്ട് നിന്ന് അത്തരം ഒരു സൂചന വരുന്നു. പറവൂരിലെ MLA ഓഫീസിൽ ആഹ്ലാദ ആരവം ഉയരുന്ന സാഹചര്യം വരുന്നു. സൂചനകൾ VD സതീശനിലേക്കാണ്. കെ സി വേണുഗോപാലിന്റെ ശരീരഭാഷ നിരാശയുടേതാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ സൂചനകളും VD സതീശനിലേക്ക്, ഫൈനൽ മൊമെന്റിൽ VD സതീശൻ എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. അത് കൺഫേം ചെയ്ത് പറയണമെങ്കിൽ AICC-യുടെ വാർത്താ സമ്മേളനമായി കൗണ്ട് ഡൗൺ 7 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. VD സതീശൻ മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞിരിക്കുന്നു. ചാകരയായിട്ടുണ്ട്. ഇവർ നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട്. VD സതീശന് സന്തോഷം, KC-ക്ക് നിരാശ, രമേശ് ചെന്നിത്തലയ്ക്ക് പരിഭവം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഒരാഴ്ച ഇനിയിപ്പോൾ ചാനലുകാർ എടുത്തിട്ട് അങ്ങോട്ട് അർമാദിക്കും. എന്തായാലും കേരളം കാത്തിരുന്ന ഒരു വിധിയാണ്. കേരളത്തിലെ ജനങ്ങളുടെ പൾസ് അറിഞ്ഞ് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. അത് VD സതീശനെ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി കേരളത്തിന് നല്ലൊരു മുഖ്യമന്ത്രി, നല്ലൊരു ഭരണം കാഴ്ചവെക്കാനായിട്ട് അവർക്ക് സാധിക്കട്ടെ. അവരിപ്പോൾ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് അവർ പാലിക്കുമോ ഇല്ല എന്നുള്ളത് ഇനി നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി എന്തൊക്കെയാണ് ഇതിനകത്ത് നടക്കാൻ പോകുന്നത്? ഇപ്പം സതീശൻ എന്തായാലും തീരുമാനമാണ്. കാരണം ലീഗ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും VD സതീശൻ മുഖ്യമന്ത്രി ആകണമെന്നാണ്. അപ്പോൾ നമ്മുടെ കുറച്ച് അമ്മാവന്മാരുണ്ടല്ലോ, ഈ പല്ല് കൊഴിഞ്ഞിട്ടുള്ള ചില സിംഹങ്ങൾ, കാരണം എന്ത് കണ്ടാലും അതിനകത്ത് ഈ വർഗീയത കണ്ടെത്തുന്ന നമ്മുടെ പൂഞ്ഞാറും നമ്മുടെ ചങ്ങനാശ്ശേരിയിലൊക്കെ ഇരിക്കുന്ന 2-3 വേട്ടാവളിയന്മാരുണ്ട്. ഇവർക്കാണ് ഇനിയിപ്പോൾ ഊത്തലും കുരുവട്ടലും ഒക്കെ ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു ഒറ്റ കാര്യമുള്ളൂ, മതം നോക്കി ജാതി നോക്കി ഇങ്ങനെയുള്ള പരിപാടി നിർത്തണം. ഇപ്പം TVK വെട്രിക്കഴകം നമ്മുടെ വിജയ് ഒരു ക്രൈസ്തവനാണ്. അവിടെ ജാതിയും മതവും, അവിടെ ജാതി രാഷ്ട്രീയം കൊടുമ്പുരി കൊണ്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് വിജയ് എന്ന് പറയുന്ന ആ മനുഷ്യൻ അവിടുത്തെ ജനങ്ങളെല്ലാം മറന്നുകൊണ്ട് അധികാരത്തിൽ കൊണ്ടുവന്നത്. ജാതി മതത്തിനൊക്കെ അതീതമായി ചിന്തിച്ചാലേ നമ്മുടെ നാടിന് പുരോഗതി ഉണ്ടാകത്തുള്ളൂ, നമ്മുടെ നാട് നന്നാകത്തുള്ളൂ. ഇവനെപ്പോലുള്ളവൻ്റെ ഒന്നും അഭിപ്രായമൊന്നും കേൾക്കാനേ പാടില്ല. അല്ലേലും ഈ പറയുന്ന വേട്ടാവളിയന്മാർ പറഞ്ഞതുകൊണ്ട് ആ സമുദായത്തിലുള്ള എല്ലാ ആളുകളും UDF വോട്ട് ചെയ്തൊന്നും ആരും വിശ്വസിക്കേണ്ട. അത് പോകേണ്ടിടത്തൊക്കെ കൃത്യമായിട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ ആ വോട്ട് ഷെയറും പാറ്റേണൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടുത്തെ വർഗീയ പ്രസ്ഥാനങ്ങൾക്ക് എത്രത്തോളം വോട്ടുകൾ ലഭിച്ചിട്ടുണ്ടെന്ന്. എന്തായാലും സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ്. VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേൽക്കാനായിട്ട് പോകുന്നു. അത് ഞാനും ആഗ്രഹിച്ചിട്ടുള്ള ഒരു മുഖ്യമന്ത്രി VD സതീശൻ. കാരണം അദ്ദേഹം അതിനുവേണ്ടി ഈ ഒരു 5 വർഷം അല്ലെങ്കിൽ ഈ കോവിഡ് വരുന്ന ആ ഒരു സമയം തൊട്ട് അദ്ദേഹം കോൺഗ്രസിനെ കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്, ഒരുപാട് ഓടിയിട്ടുണ്ട്. KC ഓടിയിട്ടില്ലെന്നൊന്നുമല്ല, KCയും നല്ല നേതാവ് തന്നെയാണ്, മുഖ്യമന്ത്രി ആകാനായിട്ടുള്ള യോഗ്യത ഉള്ളൊരു നേതാവ് തന്നെയാണ്. പക്ഷെ അദ്ദേഹം MP സ്ഥാനത്ത് ഇരുന്നിട്ട് അത് രാജിവെച്ച് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു MLA രാജിവെപ്പിച്ചിട്ട് വീണ്ടും ആ സ്ഥാനത്ത് വന്നിരുന്ന് മത്സരിക്കുന്നതിനോട് നമുക്ക് വിയോജിപ്പുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം MP ആയിരിക്കില്ലായിരുന്നു, MP ആകരുതായിരുന്നു. ആള് പിന്നെ MLA ആയി നിന്ന് മത്സരിച്ചാൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് KCയെ പിന്തുണച്ചേനായിരുന്നു. എന്തായാലും ഇനിയും ചാൻസുകളുണ്ട്. നല്ല രീതിയിൽ ഈ കേരളത്തിൽ 5 വർഷത്തെ ഭരണം കാഴ്ചവെച്ചാൽ അടുത്ത പ്രാവശ്യം KCക്ക് തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരാനായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ എന്തായാലും ജനങ്ങളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഉചിതമായൊരു തീരുമാനമാണോ ഇപ്പം കേന്ദ്രത്തിൽ നിന്ന് വന്നിരിക്കുന്നത്? നിങ്ങൾ ആഗ്രഹിച്ചതും VD സതീശനെ തന്നെ ആയിരുന്നു. ഇനി പല ലമ്മാവന്മാരും വിചാരിക്കാത്ത ഒരാളും കൂടെ ആയിരുന്നു നമ്മുടെ VD സതീശൻ എന്നുള്ളത് മറന്നു പോയിരിക്കുക. അപ്പോൾ കമൻ്റ് അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും